ഫേസ് ക്രീം ഉപയോഗിച്ചിട്ട് മുഖത്ത് തേക്കുന്ന ഫെയർനെസ് ക്രീം ഉപയോഗിച്ചിട്ട് കിഡ്നിക്ക് പ്രശ്നം വന്ന 8 പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ. അപ്പോൾ ഫേസ് ക്രീം യൂസ് ചെയ്താൽ ഇപ്പോൾ നമ്മളെപ്പോൾ എല്ലാവരും ക്രീം യൂസ് ചെയ്യുന്നത്, ഈ ക്രീം യൂസ് ചെയ്താൽ എങ്ങനെയാണ് കിഡ്നി അഫക്ട് ചെയ്യുന്നത്? ഈ ക്രീമിനുള്ളിലുള്ള കണ്ടന്റ്സ് ഇതൊന്നും റെഗുലേറ്റഡ് അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ആ ക്രീം അനലൈസ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ പല ഹെവി മെറ്റൽസ്, മെർക്കുറി, കാഡ്മിയം, സ്ട്രോൺഷ്യം, നമ്മൾ പണ്ട് പീരിയോഡിക് ടേബിളിൽ പഠിച്ചിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് വളരെ ഹൈ ലെവലിൽ. അപ്പൊ ഇത് സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്യും, സ്കിന്നിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇതെല്ലാം പുറത്ത് കളയുന്ന കിഡ്നിയാണ്. ഈ മെറ്റൽസ് എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള മൂത്രത്തിൽ കൂടിയാണ് പുറത്ത് കളയുക. അപ്പോൾ എന്താണ് അരിപ്പയിനുള്ളിൽ കുടുങ്ങിയിട്ട് കേടുകളുണ്ടാവും കിഡ്നിയുടെ അരിപ്പയിനുള്ളിൽ. 14 വയസ്സുള്ള കുട്ടിക്ക് ഇത് ഉപയോഗിച്ചിട്ട് തലച്ചോറിലെ നാളിയിൽ രക്തം കട്ട പിടിച്ചു, പ്രോട്ടീൻ ലീക്ക് കൂടിയിട്ട്. ഈ ചിലപ്പം ഈ സാധാരണ ഈ കിഡ്നിയുടെ അരിപ്പകളെ ബാധിച്ച് പ്രോട്ടീൻ ലീക്ക് ചെയ്തുണ്ടാവുന്ന അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. ആ അസുഖമാണ് നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ഇവിടെ ബാധിച്ചിട്ട്. അപ്പോൾ ആ കുട്ടി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു ആ ക്രീം. അസുഖം കണ്ടുപിടിച്ചതിന് ശേഷവും ആ കുട്ടിയുടെ തലച്ചോറിൽ രക്തനാളത്തിൽ രക്തക്കുഴലിൽ രക്തം കട്ട പിടിച്ചു. ഒരു വലിയ കോംപ്ലിക്കേഷനാണത്. ഇപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഈ ക്രീമുകളുടെ സൈഡ് എഫക്റ്റ്. ഡോക്ടർ, ഇത് ക്രീം ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ? ഡോക്ടർ അതിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് ഈ ഇവരുടെ പേഷ്യൻസിന്റെ ഇത് ഉപയോഗിച്ച ആൾക്കാരുടെ രക്തത്തിൽ മൂത്രത്തിൽ പരിശോധിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ മെർക്കുറി ലെവൽ കൂടുതലാണ്, മൂത്രത്തിൽ മെർക്കുറി ലെവൽ കൂടുതലാണ്. ഈ ക്രീം പരിശോധനയ്ക്ക് വിട്ടപ്പോൾ അതിൽ മെർക്കുറി ലെവൽ കൂടുതലാണ്. അപ്പോൾ പിന്നെ ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഈ ഇതുമൂലം മെർക്കുറി മൂലം ഉണ്ടാവുന്ന കിഡ്നിയുടെ കേടുകൾക്ക് ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും പോസിറ്റീവായിട്ട് വന്നു.